LDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ അവസാന ഘട്ടത്തിൽ. നാളെ വൈകിട്ട് 4 മണിക്കാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 19 അംഗ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ചടങ്ങിന് സാക്ഷിയാകാൻ 10,000-ങ്ങളാണ് എത്തുക. ചെങ്കടലിരമ്പലിന് കാതോർത്താണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം LDFന്റെ പിണറായി വിജയൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കായി ഒരുങ്ങുന്നത്. നാളെ വൈകിട്ട് 4 മണിക്കാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. സെക്രട്ടേറിയറ്റിനോട് ചേർന്നാണ് വേദി. 2500 പേർക്ക് പ്രധാന പന്തലിലിരിക്കാം. 30,000 പേർക്ക് തത്സമയം ചടങ്ങ് വീക്ഷിക്കാവുന്ന രീതിയിലാണ് വേദി ഒരുക്കുന്നത്. മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ വേദിയുടെ മുൻഭാഗത്തും ഗാലറിയിലും പന്തലിട്ടിട്ടുണ്ട്. വേദിയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സ്റ്റേഡിയം സന്ദർശിച്ചു. ഏറ്റവും വലിയ ജനസാഗരമാകും നാളത്തെ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിക്കുകയെന്ന് കോടിയേരി പറഞ്ഞു. നാളെ വലിയ തോതിലുള്ള ജനപങ്കാളിത്തം ഉണ്ടാവും. അതുകൊണ്ട് അവർക്കെല്ലാം ഇവിടെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം. പരമാവധി ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള കാര്യം സംശയമാണ്. തലസ്ഥാനത്തിന്റെ നഗരവീഥികൾ ചെങ്കടലാകുമെന്നതിനാൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങളും ഗതാഗത നിയന്ത്രണവും നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗാലറിയിൽ ഇരിക്കുന്നവർക്ക് സത്യപ്രതിജ്ഞ അടുത്തു കാണാനായി LED സ്ക്രീനുകളും ഒരുക്കിയിട്ടുണ്ട്. സ്റ്റേഡിയത്തിൽ പ്രവേശിക്കാൻ സാധിക്കാത്തവർക്കായി സെക്രട്ടേറിയറ്റ് അനക്സ്, ജേക്കബ്സ് ജംഗ്ഷൻ, പാളയം, സ്റ്റാച്യു എന്നിവിടങ്ങളിലും ജനങ്ങൾക്ക് ചടങ്ങ് തത്സമയം വീക്ഷിക്കാൻ സാധിക്കും. വൻ ജനക്കൂട്ടം എത്തുമെന്നതിനാൽ മെഡിക്കൽ സംഘത്തിന്റെ സേവനവും സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. LDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കായുള്ള ഒരുക്കങ്ങൾ ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. സത്യപ്രതിജ്ഞയ്ക്കായി എത്തുന്ന ജനങ്ങളെ സ്റ്റേഡിയം ഉൾക്കൊള്ളുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറാമാൻ RK കുമാറിനൊപ്പം ഷീജ. മുഴുവൻ ജനങ്ങളുടെയും സർക്കാരായി LDF സർക്കാർ പ്രവർത്തിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF സർക്കാരിന് ജാതി മത കക്ഷി രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടാവില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. ജനങ്ങളുടെ ജീവിതക്ഷേമവും അഭിവൃദ്ധിയും മുൻനിർത്തി പ്രവർത്തിക്കുന്ന സർക്കാരായിരിക്കും LDFന്റെതെന്നും പിണറായി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം മാധ്യമപ്രവർത്തകർക്ക് പിറന്നാൾ മധുരം വിളമ്പിയാണ് പിണറായി വിജയൻ വാർത്താസമ്മേളനം ആരംഭിച്ചത്. മെയ് 24 തന്റെ പിറന്നാളെന്ന് പിണറായി വിജയൻ പറഞ്ഞു. നിറഞ്ഞ സന്തോഷത്തോടെയായിരുന്നു സംസ്ഥാനത്തെ നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ AKG സെന്ററിൽ വാർത്താസമ്മേളനം നടത്തിയത്. സന്തോഷത്തിന്റെ സസ്പെൻസ് മാധ്യമങ്ങൾക്ക് പോലും അറിയില്ലല്ലോ എന്ന ചോദ്യമുന്നയിച്ച ഒടുവിൽ പിണറായി തന്നെ അത് പൊളിച്ചു. ഇന്നാണ് എൻ്റെ പിറന്നാൾ. അത് ഇതേവരെ രഹസ്യമായിട്ട് വെച്ചതാണ്. പലരും എന്നോട് ചോദിച്ചിരുന്നു എപ്പോഴാണ് യഥാർത്ഥ പിറന്നാൾ. ഔദ്യോഗിക രേഖയനുസരിച്ച് 21/3/44. എന്നാൽ യഥാർത്ഥത്തിൽ 1120 ഇടവം 10-നാണ് ജനനം. അതായത് 45 മെയ് 24. മധുര വിതരണത്തിന് ശേഷം പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ചുള്ള നിലപാട് വിശദീകരിച്ചു. മുഴുവൻ പൗരജനങ്ങൾക്കും അവകാശപ്പെട്ട അവരുടെ ആകെ സർക്കാരായിരിക്കും നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന സർക്കാർ. അവരുടെ ആകെ ജീവിതക്ഷേമവും അഭിവൃദ്ധിയും മുൻനിർത്തിയാവും നാളെ അധികാരത്തിലെത്തുന്ന സർക്കാർ പ്രവർത്തിക്കുക. ഒരു കാര്യത്തിൽ എല്ലാവർക്കും വ്യക്തതയുണ്ടാവും. ജാതി മത വ്യത്യാസമുണ്ടാകില്ല, കക്ഷി രാഷ്ട്രീയ വ്യത്യാസവും ഉണ്ടാവില്ല. കേരളത്തിൻ്റേതായ ഒരു സർക്കാരായിരിക്കും നാളെ അധികാരമേൽക്കുന്ന സർക്കാർ. ഒരുമിച്ച് ചേർന്നുള്ള പ്രവർത്തനമാണ് ഈ സർക്കാരിന് ആവശ്യമെന്ന് പറഞ്ഞ പിണറായി വിജയൻ ഇങ്ങനെ ഒരു അഭ്യർത്ഥനയും നടത്തി. നന്മയുടെ, നീതിയുടെ, സമൃദ്ധിയുടെ, സാഹോദര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, പുരോഗതിയുടെ ഒരു കാലം ഇവിടെ ഉണ്ടാവണം. അതിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാം എന്നാണ് കേരളീയ സമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാ പേരുടെയും സ്നേഹസഹകരണം ഉണ്ടാകണം. വോട്ട് രേഖപ്പെടുത്തി ഈ സർക്കാരിനെ അധികാരത്തിലേറ്റാൻ അഹോരാത്രം പ്രവർത്തിച്ചവർക്ക് നിയുക്ത മുഖ്യമന്ത്രി നന്ദിയും രേഖപ്പെടുത്തി. തന്റെ പേര് പറഞ്ഞ് അഴിമതി നടത്താനായി രംഗത്തെത്തുന്നവർക്ക് പിണറായി വിജയന്റെ വക താക്കീത് ഇത്തരത്തിലായിരുന്നു. ഇപ്പം ഞാൻ നാളെ മുഖ്യമന്ത്രിയാകുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ആളാണെന്നും പറഞ്ഞ് ചിലർ രംഗപ്രവേശം ചെയ്താൽ അതും ഒരു അഴിമതിയുടെ രീതിയാണ്. ചില പുള്ളിക്കാരങ്ങനെ നടക്കുന്നുണ്ടെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസായിട്ട് പറയുന്നത്. ആ നടക്കുന്നവർക്കും എൻ്റെ രീതി അറിയില്ലായിരിക്കും, ചെന്ന് ബന്ധപ്പെടുന്നവർക്കും ചിലപ്പോൾ അറിയാൻ വഴിയില്ലായിരിക്കും. ഇമാതിരി കുറേ അവതാരങ്ങളുണ്ടാവും. അത്തരം അവതാരങ്ങളെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ജനപക്ഷ വികസനം നടപ്പിലാക്കുകയാണ് തന്റെ പ്രഥമ അജണ്ടയെന്ന് നിയുക്ത മന്ത്രി എ.കെ. ശശീന്ദ്രൻ പീപ്പിൾ ടിവിയോട്. സാധാരണക്കാരുടെ ഉന്നമനമാണ് തന്റെ കണ്ണിലെ വികസനമെന്നും ശശീന്ദ്രൻ പറഞ്ഞു. ഈ ജനപക്ഷ സമീപനം വരും നാളുകളിൽ ജനങ്ങൾക്ക് ബോധ്യമാകും വണ്ണം പ്രാവർത്തികമാക്കണം എന്നതിലാണ്. രണ്ടാമതൊരു കാര്യം വന്നിരിക്കുന്നത് ജനപക്ഷ വികസനം എന്നതാണ് LDF ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ NCPയിൽ നിന്ന് എ.കെ. ശശീന്ദ്രൻ മന്ത്രിയാകുമെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ. എലത്തൂരിൽ നിന്നുള്ള MLA ആണ് എ.കെ. ശശീന്ദ്രൻ. ഏത് വകുപ്പും സ്വീകാര്യമാണെന്നും ഉഴവൂർ വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എ.കെ. ശശീന്ദ്രനായിരിക്കും LDF മന്ത്രിസഭയിലെ NCPയുടെ പ്രതിനിധി. വകുപ്പ് ജനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നാളെയാണ് അതിൻ്റെ ചർച്ച. ചില കാര്യങ്ങളിൽ ഇപ്പോൾ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുണ്ടല്ലോ, കൃഷി, ജലസേചനം, അങ്ങനെയൊക്കെയുള്ള വരുന്നത് എന്ന് വിചാരിച്ച് ഞങ്ങൾ ചോദിക്കുന്ന വകുപ്പ് കിട്ടിയില്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇടയുന്നു എന്ന വാർത്ത നിങ്ങൾ കൊടുക്കേണ്ടി വരില്ല. ചർച്ചകൾക്കൊടുവിൽ ജനതാദൾ എസ് മന്ത്രിയെ തീരുമാനിച്ചു. തിരുവല്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മാത്യു ടി തോമസ് തന്നെ ഇത്തവണയും മന്ത്രിയാകും. VS അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പും മോട്ടോർ വാഹന വകുപ്പും കൈകാര്യം ചെയ്ത മന്ത്രിയായിരുന്നു മാത്യു ടി തോമസ്. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ സമരനായിക ഗൗരിയമ്മയെ കാണാനെത്തി. പിണറായി വിജയനും നിയുക്ത മന്ത്രിമാർക്കും ഗംഭീര സ്വീകരണമാണ് ഗൗരിയമ്മ ഒരുക്കിയത്. 1:30 പിണറായിയും നിയുക്ത മന്ത്രിമാരും ഗൗരിയമ്മയുടെ വീട്ടിലെത്തിയത്. പിറന്നാളായതിനാൽ മധുരം നൽകിയാണ് പിണറായിയെ ഗൗരിയമ്മ സ്വീകരിച്ചത്. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടാതെ EP ജയരാജൻ, ഡോക്ടർ തോമസ് ഐസക്, G സുധാകരൻ, CPIM ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ തുടങ്ങിയവർക്കൊപ്പമാണ് KR ഗൗരിയമ്മയെ കാണാൻ ചാത്തനാട്ടെ വസതിയിൽ പിണറായി വിജയൻ എത്തിയത്. താൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ചടങ്ങിൽ ഗൗരിയമ്മയെ ക്ഷണിക്കുന്നതിനായാണ് നിയുക്ത മുഖ്യമന്ത്രി എത്തിയത്. എന്നാൽ എല്ലാവരെയും അതിശയിപ്പിച്ച് പിണറായി വിജയന്റെ ജന്മദിനം ഗൗരിയമ്മ തന്റെ വസതിയിൽ വെച്ച് ആഘോഷിച്ചു. കേക്ക് മുറിച്ചാണ് ജന്മദിനം ആഘോഷിച്ചത്. പിന്നീട് കരിമീൻ അടക്കമുള്ള വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണവും നൽകിയാണ് കേരളത്തിന്റെ കരുത്തനായ നേതാവായ പിണറായി വിജയനെ ഗൗരിയമ്മ യാത്രയാക്കിയത്. പിണറായി വിജയന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ താൻ പങ്കെടുക്കുമെന്ന് പിന്നീട് ഗൗരിയമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. നിരവധി പാർട്ടി പ്രവർത്തകരും നേതാക്കളും നിയുക്ത മന്ത്രിമാരെ അനുഗമിച്ചു. പിണറായി വിജയൻ ഗൗരിയമ്മയെയും സന്ദർശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ നിരാശ മൂലമാണ് RSS ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. പാർട്ടി സംയമനം പാലിച്ചിട്ടും RSS ആസൂത്രിത ആക്രമണം നടത്തുകയാണ്. പ്രതികാരം ചെയ്യാനല്ല സർക്കാർ അധികാരത്തിലെത്തുന്നതെന്നും നിയമത്തിന്റെ കരങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നാളെ അധികാരമേൽക്കുന്ന ഗവൺമെൻറ് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികാര നടപടികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ഗവൺമെൻറ് ആയിരിക്കില്ല. അങ്ങനൊരു അജണ്ട ഈ ഗവൺമെൻറ് ഉണ്ടാവില്ല. സർക്കാർ ജനങ്ങളുടെ മൊത്തം സർക്കാരാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമായിരിക്കും LDF ഗവൺമെൻറ് കാഴ്ചവെക്കുക. വിജയം ഭക്ഷിക്കുന്നവരാണ് ജനങ്ങളെന്ന് VS അച്യുതാനന്ദൻ. അവരെ പരാജയം ഭക്ഷിക്കാൻ ഇടവരുത്തരുത്. നമ്മൾ ജാഗരൂകരായിരിക്കണമെന്നും VS. ട്വിറ്ററിലാണ് VSന്റെ പരാമർശം. UDF സർക്കാരിന്റെ അഴിമതികൾ അന്വേഷിക്കുമെന്ന് നിയുക്ത മന്ത്രി VS സുനിൽകുമാർ. മെത്രാൻ കായൽ നികത്താൻ ഉത്തരവ് നൽകിയതടക്കം പരിശോധിക്കും. LDF ഉന്നയിച്ചത് രാഷ്ട്രീയ ആരോപണങ്ങളല്ലെന്ന് തെളിയിക്കുമെന്നും സുനിൽകുമാർ പറഞ്ഞു. ഒരു സംശയം വേണ്ട. ഈ മെത്രാൻ കായലാണെങ്കിലും ഈ കള്ളസ്വാമി സന്തോഷ് മാധവന് ഭൂമി പതിച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശക്തമായ നടപടി ഉണ്ടാവും. അത് UDF ഗവൺമെൻറ് പിൻവലിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും അത് കൊടുക്കാൻ ഇടയാക്കിയുള്ള സാഹചര്യം എന്താണെന്നുള്ളത് LDF ഗവൺമെൻറ് തീർച്ചയായിട്ടും അന്വേഷിക്കും. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഭൂമി പതിച്ചു കൊടുത്ത നിരവധി സംഭവങ്ങളുണ്ട്. അപ്പോൾ അവസാന മന്ത്രിസഭയിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളെക്കുറിച്ചിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളത് പൊതുവായി ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതൊരിക്കലും ഗവൺമെന്റിലെ മന്ത്രിമാരോടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധത്തിന്റെ പേരിൽ നടക്കുന്ന കാര്യമല്ല. ഇനി മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. 4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി പ്രണബ് മുഖർജി ഇന്ന് ചൈനയിലേക്ക് തിരിക്കും. രാഷ്ട്രപതിയായതിനു ശേഷമുള്ള പ്രണബ് മുഖർജിയുടെ ആദ്യ ചൈന സന്ദർശനമാണിത്. 2 ദിവസത്തെ ഇറാൻ സന്ദർശനത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. ഇന്ത്യയും ഇറാനും തമ്മിൽ ഒപ്പിട്ടത് 12 തന്ത്രപ്രധാന കരാറുകൾ. ഹിരോഷിമയിലെ അണുബോംബാക്രമണത്തിൽ മാപ്പ് പറയില്ലെന്ന് US പ്രസിഡന്റ് ബരാക് ഒബാമ. 27-ന് ഒബാമ ഹിരോഷിമ സന്ദർശിക്കും. സിറിയയിലുണ്ടായ ശക്തമായ ബോംബ് സ്ഫോടനത്തിൽ 148-ലധികം പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുത്തു.